അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുവാൻ അനിവാര്യമായിട്ടുള്ള ചില മര്യാദകളെ സംബന്ധിച്ചുമെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെ വിശദമായി നാം സംസാരിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഈ ഒരു ദർസിൽ അടിയന്തര പ്രാധാന്യമർഹിക്കുന്ന ചില പ്രാർത്ഥനകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന ചില പ്രാർത്ഥനകളെ പരിചയപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഇത് ആ ഒരു പ്രാർത്ഥനകളെ സമഗ്രമായി വിശദീകരിക്കുന്ന ഒരു ദർസല്ല എന്ന് ആമുഖമായി പറയട്ടെ. ഇൻഷാ അല്ലാഹ് ആ നിലക്കുള്ള ഒരു ദർസ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ പിന്നീട് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഓരോ ദിക്റുകളെയും ഓരോ ദുആകളെയും വിശദമായി പഠിക്കുന്ന ദർസ് ഇൻഷാ അല്ലാഹ് വരുന്നതാണ്. ഇവിടെ നാം എന്തൊക്കെയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്, ഏതെല്ലാം വിഷയങ്ങളിൽ സജീവമായ നമ്മുടെ ശ്രദ്ധ വേണം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ ദർസിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പ്രാർത്ഥനാ പഠനമല്ല, മറിച്ച് ആശയങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദറെല്ലാം പ്രതീക്ഷിക്കപ്പെടുന്ന ഈ രാത്രികളിൽ, അതേപോലെ തന്നെ റമളാനിലെ അവസാനത്തെ ഈ നിമിഷങ്ങളിൽ ഇൻഷാ അല്ലാഹ് അതിന് ശേഷവും നമുക്ക് ഏറെ ഉപകാരപ്പെടും ഈ വിഷയം എന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇത് തിരഞ്ഞെടുത്ത് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും നാം അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏകദേശം 25ഓളം കാര്യങ്ങൾ ഇവിടെ നാം ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഇത് പ്രധാനപ്പെട്ടത് മാത്രമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ധാരാളം വിഷയങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ദുആകൾ, പരിശുദ്ധ ഖുർആനിൽ കാണുന്ന ദുആകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട 25 കാര്യങ്ങൾ ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിലേറ്റവും ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടവരെ, ത്വലബുൽ ഹിദായ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഹിദായത്തിനെ ചോദിക്കലാണ്. കാരണം അള്ളാഹു നമുക്ക് സന്മാർഗം നൽകിയിട്ടില്ലെങ്കിൽ ഈ ലോകത്തും പരലോകത്തും നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. അതുകൊണ്ടാണല്ലോ ഒരു വിശ്വാസി എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് നിർബന്ധ രൂപത്തിൽ 17 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത് ഹിദായത്താണ്. സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലൂടെ നയിക്കണമേ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല, വഴിപിഴച്ചവരുടെ മാർഗത്തിലല്ല, മറിച്ച് അല്ലാഹുവേ നിൻ്റെ അനുഗ്രഹം ലഭിച്ച അമ്പിയാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ മാർഗത്തിൽ, സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ അഥവാ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ വഴി നടത്തണമേ എന്ന് നാം നിരന്തരമായി പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥന അല്ലാഹു നിർബന്ധമാക്കിയത് 17 തവണ ഏറെ ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഹിദായത്താണ്. അത് നാം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകം പറഞ്ഞു കൊടുത്തത്, ഖുൽ, ഓ അലി, നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഹ്ദിനി, അല്ലാഹുവേ നീ എനിക്ക് ഹിദായത്ത് നൽകണമേ, വസദ്ദിദ്നി, എന്നെ അതിൽ നീ ഉറപ്പിച്ചു നിർത്തുകയും നേരെ ചൊവ്വേ നിലനിർത്തുകയും ചെയ്യണമേ. അപ്പോൾ ഹിദായത്തിനെ ചോദിക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെടുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ നിലക്ക് പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ, അല്ലാഹുവേ ഞാൻ നിന്നോട് സന്മാർഗം ചോദിക്കുന്നു, വത്തുഖ, അതേപോലെ തന്നെ തഖ്വയെ ചോദിക്കുന്നു, വൽ അഫാഫ വൽ ഗിന, അതേപോലെ തന്നെ ധന്യതയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അതേപോലെ തന്നെ ഇഫ്ഫത്തിനെ അഥവാ നീ നൽകിയതിൽ മതിയായ ഒരവസ്ഥയും മറ്റു തെറ്റുകളിലേക്കോ അനാവശ്യങ്ങളിലേക്കോ പോവാതെ നീ നൽകിയതിൽ സംതൃപ്തിപ്പെടുന്ന ഒരവസ്ഥയിലേക്കും നീ എന്നെ എത്തിക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ ഹിദായത്തിനെ ചോദിക്കുക, ഇത് നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകണം. ഏറ്റവും ശരിയായ വഴിയിലൂടെ സ്വർഗത്തിലെത്താൻ വേണ്ടി നാം എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. രണ്ടാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകിക്കഴിഞ്ഞാൽ അതിൽ ഉറപ്പിച്ച് നിർത്താൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റിപ്പോകാതെ. നമുക്കറിയാം ധാരാളം ആളുകൾ മുസ്ലിമീങ്ങളായതിനു ശേഷം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു.
അതേപോലെ തന്നെ യഥാർത്ഥ സലഫുസ്സാലിങ്ങളുടെ മൻഹജിൽ പ്രവേശിച്ചതിന് ശേഷം പിന്നീട് അതിൽ നിന്ന് തെറ്റിപ്പോകുന്നു. അപ്പോൾ ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. സൂറത്ത് ആലി ഇമ്രാനിലെ 8-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ പ്രാർത്ഥനയായി പഠിപ്പിക്കുന്നത് എന്താണ്? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ച് കളയല്ലേ റബ്ബേ. അപ്പോൾ എപ്പോഴും ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി റഹ്മാനായ റബ്ബിനോട് തേടണം. ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിർ അൻ യഖൂൽ. അള്ളാഹുവിൻ്റെ റസൂൽ ധാരാളമായി ദുആ ചെയ്യാറുണ്ട്. എന്ത്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ദുആ ചെയ്യാറുണ്ട് എന്നാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ബിൻ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന തിരിച്ചുവിടുന്ന റബ്ബേ, സർരിഫ് ഖുലൂബന അലാ ത്വാഅതിക്, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്നെ അനുസരിക്കുന്നതിലേക്ക് നീ തിരിച്ചുവിടണമേ. അപ്പോൾ അനുസരണക്കേട് കാണിക്കുന്നതിലേക്കല്ല, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലേക്ക് ഹൃദയത്തെ തിരിച്ചുവിടാനും എപ്പോഴും ദീനിൽ ഹൃദയം ഉറച്ചു നിൽക്കാനും വേണ്ടി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഹിദായത്തിനെ ചോദിക്കുന്നതോടൊപ്പം തന്നെ ആ ഹിദായത്തിൽ നിന്ന് ഒരിക്കലും തെറ്റിപ്പോവാതെ അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയും മരണം വരെ ഉറച്ചു നിൽക്കാൻ വേണ്ടി നാം അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. മൂന്നാമത്തത്, നമുക്ക് ഹിദായത്തും യഖീനുമെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ അനിവാര്യമായി വേണ്ടത് ആഫിയത്താണ്, അഥവാ സൗഖ്യം, ആരോഗ്യം, രോഗമില്ലാത്ത അവസ്ഥ. അതാണ് നാം റഹ്മാനായ റബ്ബിനോട് പിന്നീട് ചോദിക്കേണ്ടത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്ന ഹദീസിൽ നമുക്ക് കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴും പറയാറുണ്ട്, വസലുല്ലാഹൽ മുആഫ, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിന്, സൗഖ്യത്തെ ചോദിക്കണം. അതേപോലെ തന്നെ മാപ്പ് ചോദിക്കുകയും വേണം. കാരണം ഫഇന്നഹു ലം യുഅത ബഅദൽ യഖീനി ഖൈറുൻ മിനൽ മുആഫാത്ത്. ഒരാൾക്ക് യഖീൻ കിട്ടിക്കഴിഞ്ഞാൽ, ശരിയായ ഈമാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലഭിക്കുന്ന ഏറ്റവും വലിയ ഖൈർ എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ്, സൗഖ്യമാണ്. അള്ളാഹുവിന് കൃത്യമായ നിലക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയുള്ള ആരോഗ്യം ലഭിക്കേണ്ടതുണ്ട്. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ ദഅവത്തിൻ യദ്ഉ ബിഹൽ അബ്ദു അഫ്ളല മിൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ മുആഫാത ഫിദ് ദുനിയ വൽ ആഖിറ. ഒരടിമ അള്ളാഹുവിനോട് ചോദിക്കുന്ന ദുആകളിൽ വെച്ച് ഏറ്റവും ഖൈറായ അഫ്ളലായ ദുആ, അള്ളാഹുവേ, ഈ ലോകത്തും നാളെ പരലോകത്തും നീ എനിക്ക് സൗഖ്യവും സമാധാനവും ആശ്വാസവും നൽകണമേ എന്ന പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ഈ ലോകത്തും പരലോകത്തും ഞാൻ നിന്നോട് ആഫിയത്തിനെ ചോദിക്കുന്നു, സൗഖ്യത്തെ ചോദിക്കുന്നു. അപ്പോൾ സൗഖ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ധാരാളം രോഗങ്ങളാണ്. കൊറോണ എന്ന വൈറസ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടങ്ങളും മറ്റൊന്നിനേക്കാൾ മാരകമായി കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ രോഗികളാവുന്നു, മരണപ്പെടുന്നു. ഇനി ഈ രോഗം മാത്രമാണോ? എണ്ണിയാലൊടുങ്ങാത്ത രോഗങ്ങളുണ്ട് ലോകത്ത്. അതിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം ലഭിക്കണം, നമുക്ക് അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കണം. അതുകൊണ്ട് നാം എപ്പോഴും അള്ളാഹുവിനോട് ആരോഗ്യം ചോദിച്ചുകൊണ്ടിരിക്കുക, സൗഖ്യം ചോദിച്ചുകൊണ്ടിരിക്കുക, രോഗമില്ലാത്ത അവസ്ഥയ്ക്ക് വേണ്ടി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക. എന്നാൽ പ്രാർത്ഥന മാത്രം പോരാ, ആ പ്രാർത്ഥനയുടെ കൂടെ രോഗമില്ലാതിരിക്കുവാനും സൗഖ്യമുണ്ടാകുവാനും ആവശ്യമായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ സ്വീകരിക്കണം. രോഗം വന്നാൽ നന്നായി ചികിത്സിക്കണം. കരുതൽ ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ വേണം. അങ്ങനെയുള്ളൊരവസ്ഥ നമുക്കുണ്ടാവണം. അതുകൊണ്ട് ആഫിയത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടിയുള്ള ദുആ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം. നാലാമത്തത്, ഇഹത്തിലെയും പരത്തിലെയും ഖൈർ എപ്പോഴും ചോദിക്കണം. സൂറത്തുൽ ബഖറയിലെ 200-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ. ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ എന്തേ പറയൂ? അള്ളാഹുവേ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ, ഞങ്ങൾക്ക് ഈ ദുനിയാവിലുള്ളത് നീ നൽകണമേ. അങ്ങനെയുള്ളവർക്ക് വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്,
പരലോകത്ത് ഒരു ഓഹരിയും ഉണ്ടാവുകയില്ല എന്നാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ എന്താ പറയേണ്ടത്? വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ ലോകത്തും നീ ഖൈർ നൽകണമേ, പരലോകത്തും ഖൈർ നൽകണമേ, നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ. കാരണം ആളുകൾ രണ്ട് രൂപത്തിലാണ്. ചില ആളുകൾ ഈ ദുനിയാവിൽ ഞങ്ങൾക്കൊരു ഖൈറും വേണ്ട, പരലോകത്ത് മതി എന്ന് പറയുന്നവരാണ്. വേറെ ചില ആളുകൾ ഞങ്ങൾക്ക് ദുനിയാവിൽ മാത്രം മതി, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. എന്നാൽ ഇസ്ലാം നോക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നിങ്ങൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ഈ ലോകത്തിലെ ഖൈറിനെ ചോദിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യാനും മറ്റു ഭൗതികമായ നന്മ നിറഞ്ഞ വിഭവങ്ങൾക്കും വേണ്ടി. അതോടൊപ്പം ഖബറിലും മഹ്ശറിലും പരലോകത്തിലും എല്ലാമുള്ള ഖൈറിനും നിങ്ങൾ തേടിക്കൊണ്ടിരിക്കണം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന യുക്സിർ, അല്ലാഹുവിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ച ദുആകളിൽ ഒന്ന്, അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഈ ലോകത്തും ഞങ്ങൾക്ക് നീ ഖൈർ നൽകണമേ, പരലോകത്തും നീ ഞങ്ങൾക്ക് ഖൈർ നൽകണമേ, നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ഇത് നിരന്തരമായി ഞാനും നിങ്ങളും ദുആകളിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന് പ്രത്യേകം പറയുകയാണ്. ഈ ദുആ ഉൾപ്പെടെയുള്ള ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മകളും ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരിക്കണം. അഞ്ചാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കങ്ങനെ ഒരുപാട് നന്മകളും നിഅമത്തുകളും അനുഗ്രഹങ്ങളും ഈ ദുനിയാവിൽ നൽകിയിട്ടുണ്ട്. അത് നീങ്ങിപ്പോവാതിരിക്കാനും അല്ലാഹു അത് നമ്മിൽ നിന്ന് എടുത്തു കളയാതിരിക്കാനും നമ്മൾ പ്രത്യേകം ദുആ ചെയ്യണം. കാരണം സൂറത്തുൽ അൻഫാലിലെ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ദാലിക ബി അന്നല്ലാഹ ലം യകു മുഗയ്യിറൻ നിഅമതൻ അൻഅമഹ അലാ ഖൗമിൻ ഹത്താ യുഗയ്യിറൂ മാ ബി അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമുദായത്തിന് അതല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നൽകിയ നിഅമത്ത് അവർ അവരുടെ ജീവിത നിലപാടുകളിൽ മാറ്റം വരുത്താത്ത കാലത്തോളം അള്ളാഹു മാറ്റം വരുത്തുകയില്ല എന്നാണ്. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ഒരു നിഅമത്ത് അത് അള്ളാഹു എടുത്തു കളയുകയില്ല. എപ്പോഴല്ലാതെ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം വരുത്തുമ്പോഴല്ലാതെ. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കാതെ, അവനോട് നന്ദികേട് കാണിക്കാതെ, എന്നും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ടും ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അപ്പോൾ നാം അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്, അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് നിഅമത്തുകൾ നൽകാൻ കാരണമായി തീർന്നിട്ടുള്ള എന്തെല്ലാം നന്മകൾ ഞങ്ങളിലുണ്ടോ ആ നന്മകളൊന്നും മാറിപ്പോവല്ലേ റബ്ബേ. ഞങ്ങൾ അവിശ്വാസത്തിലേക്ക് പോവരുത്, തോന്നിവാസം പ്രവർത്തിക്കുന്നതിലേക്ക് പോവരുത്, മറിച്ച് നിനക്കിഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ നിരന്തരമായി ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന പ്രാർത്ഥന നമ്മളിൽ നിന്ന് ഉണ്ടാകണം. ആ നന്മകളിലൂടെ അള്ളാഹു നൽകുന്ന നിഅമത്തുകളും നീങ്ങിപ്പോവാതിരിക്കാൻ നാം അള്ളാഹുവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദുആകളിൽപ്പെട്ടതാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്. അല്ലാഹുവേ, നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ നീങ്ങിപ്പോവുന്നതിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. വ തഹവ്വുലി ആഫിയതിക്, നീ ഞങ്ങൾക്ക് നൽകിയ സൗഖ്യം, സമാധാനം, ആരോഗ്യം അത് മാറി രോഗാവസ്ഥ വരുന്നതിൽ നിന്നും ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു. വ ഫുജാഅത്തി നിഖമതിക്, അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് നിന്നിൽ നിന്ന് വന്നു ഭവിക്കുന്ന നിൻ്റെ കോപം, ആ കോപത്തിൽ നിന്ന് നിന്നിൽ ഞാൻ കാവൽ തേടുന്നു. വ ജമീഇ സഖതിക്, നിൻ്റെ എല്ലാ വെറുപ്പുകളിൽ നിന്നും കോപത്തിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുആ ആണത്. അള്ളാഹുവേ, നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവല്ലേ റബ്ബേ. അതേപോലെ തന്നെ സൗഖ്യവും ആരോഗ്യവും നഷ്ടപ്പെടരുതേ റബ്ബേ. വളരെ പെട്ടെന്ന് നിൻ്റെ അടുക്കൽ നിന്നൊരു ശിക്ഷ വരരുതേ റബ്ബേ. നിൻ്റെ എല്ലാ നിലക്കുമുള്ള കോപങ്ങളിൽ നിന്ന് നീ എന്നെ കാക്കണമേ റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു. അതുകൊണ്ട് നാമും അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ എപ്പോഴും ദുആ ചെയ്യണം. നാം നിഅമത്തായി കാണുന്നൊരു കാര്യം, അത് അള്ളാഹു ചെയ്തു തന്ന നിഅമത്താണ് എന്ന് നമുക്ക് ബോധ്യമുള്ളൊരു വിഷയം, അത് നീങ്ങിപ്പോവാതിരിക്കാൻ നാം നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ആറാമത്തത്, കടുത്ത പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള മാരകങ്ങളായ രോഗങ്ങൾ, അതേപോലെ തന്നെ കച്ചവടത്തിൽ പ്രയാസം, ഉപജീവനത്തിൽ തടസ്സങ്ങൾ, ദാരിദ്ര്യം, അതേപോലെ തന്നെ മറ്റു ശത്രുക്കളെ സംബന്ധിച്ചുള്ള ഭയപ്പാടുകൾ, മറ്റു ജീവിതത്തിലെ ഒട്ടനവധി കുടുംബ രംഗത്തും നാട്ടിലുമെല്ലാം ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ ചിലത് വളരെ കടുത്തതായിരിക്കും. അത്തരം കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് എപ്പോഴും നാം അള്ളാഹുവിനോട് കാവൽ തേടേണ്ടതുണ്ട്. ആറാമതായി നാം മനസ്സിലാക്കേണ്ടത് അതാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനയായി അഥവാ വിശ്വാസികളുടെ പ്രാർത്ഥനയായി പഠിപ്പിക്കുന്നത് എന്താണ്? റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ.
അള്ളാഹുവേ, ഞങ്ങളോട് അബദ്ധം പറ്റിയതിൻ്റെ പേരിലോ ഞങ്ങളോട് മറന്നുപോയതിൻ്റെ പേരിലോ നീ ഞങ്ങളെ പിടികൂടരുതേ റബ്ബേ. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. പൂർവികരായ ആളുകൾക്ക് നീ വഹിപ്പിച്ചതുപോലെയുള്ള വലിയ ഭാരങ്ങൾ നീ ഞങ്ങളെ വഹിപ്പിക്കരുതേ റബ്ബേ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. അള്ളാഹുവേ, ഞങ്ങളെക്കൊണ്ട് കഴിയാത്ത വലിയ ഭാരങ്ങൾ നീ ഞങ്ങളെ വഹിപ്പിക്കല്ലേ റബ്ബേ. വഅഫു അന്നാ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. വഗ്ഫിർ ലനാ വർഹംനാ, ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണേ. അൻത മൗലാന, നീയാകുന്നു ഞങ്ങളുടെ രക്ഷാധികാരി. ഫൻസുർനാ അൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ എല്ലാ നിലക്കുമുള്ള കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, ഭയപ്പാടുകളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്നെല്ലാമുള്ള പ്രാർത്ഥന ഈ ഒരു പ്രാർത്ഥനയിൽ സൂറത്തുൽ ബഖറയിലെ 286 ആയത്തിലടങ്ങിയ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു, യസ്തഈദു മിൻ ഹൗലാഇ സലാസ്, ഈ 3 കാര്യങ്ങളിൽ നിന്ന് എപ്പോഴും റസൂലുള്ള രക്ഷ തേടാർ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണത്? ഒന്ന്, ദറക്കി ഷഖാ, വലിയ ദൗർഭാഗ്യം കടന്നു വരുന്നതിൽ നിന്ന്. വശമാത്തത്തില്ല അദാ, ശത്രുക്കൾ നമ്മുടെ പരാജയത്തിൽ സന്തോഷിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന്. വസൂഇൽ ഖദാ ഔ ജഹദിൽ ബല, മോശമായ വിധി അതല്ലെങ്കിൽ കടുത്ത പരീക്ഷണം. അപ്പോൾ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ മോശമായ അള്ളാഹുവിൻ്റെ ഖദായിൽ നിന്ന്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖദാകൾ മോശമാണ് എന്നല്ല, മറിച്ച് അള്ളാഹു ഖദാ ആക്കുന്നതിൽ ചില ഷർറുകൾ സൃഷ്ടികൾക്ക് അനുഭവപ്പെട്ടേക്കാം, അതിൽ നിന്ന്. അതേപോലെ തന്നെ ശത്രുക്കൾക്ക് നമ്മളെക്കുറിച്ച് സന്തോഷിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന്, അതേപോലെ തന്നെ വലിയ ദൗർഭാഗ്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ദുആ ചെയ്യാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ വദറക്കി ഷഖാ വസൂഇൽ ഖദാ വശമാത്തത്തിൽ അദാ എന്നുള്ള നിലക്കുള്ള ദുആ വളരെ നല്ല ദുആ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ ചെയ്തതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യദ്ഉ വയഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അള്ളാഹുവേ ഖബറിലെ ശിക്ഷയിൽ നിന്ന്, അതൊരു കടുത്ത പരീക്ഷണമാണല്ലോ. വമിൻ അദാബിൻ നാർ, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്. വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത്, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ, ഫിത്നകളുണ്ട്. വൽ മമാത്ത്, അതേപോലെ തന്നെ മരണ സന്ദർഭത്തിലും ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ, അതിലെല്ലാം തന്നെ വളരെ കടുത്ത പരീക്ഷണമായ മസീഹുദ് ദജ്ജാലിൻ്റെ പരീക്ഷണം. അപ്പോൾ ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചു പോവുകയാണ്, നിങ്ങളുടെ ശ്രദ്ധയിൽ വേണം. മസീഹുദ് ദജ്ജാലിൻ്റെ പരീക്ഷണത്തിൽ നിന്ന്, മരണ സന്ദർഭത്തിലെ പരീക്ഷണങ്ങളിൽ നിന്ന്, പിശാച് നമ്മെ റാഞ്ചിയെടുക്കാതിരിക്കാനും മറ്റും, അതേപോലെ തന്നെ ജീവിതത്തിലെ ഫിത്നകൾ, നരക ശിക്ഷ, ഖബറിലെ ശിക്ഷ, ഇതിൽ നിന്നൊക്കെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ തേടേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇനി ഏതെങ്കിലും നിലക്കുള്ള സങ്കടങ്ങൾ, ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു അസ്മഉഹു യുക്സിർ, അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അള്ളാഹുവേ, എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഞാൻ നിന്നിൽ രക്ഷ തേടുന്നു റബ്ബേ. ഒരുപാട് ഉത്കണ്ഠകൾ, സങ്കടങ്ങൾ, ടെൻഷനുകൾ, സ്ട്രെസ്സുകൾ, മറ്റു വിഷമങ്ങൾ, ബേജാറുകൾ, ഇതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് രക്ഷ തേടണം. കാരണം മനുഷ്യന് ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് ഭയപ്പാടുകൾ, ബേജാറുകളുണ്ട്, ഒരുപാട് ഉത്കണ്ഠകളുണ്ട് നമുക്ക് ഭാവിയെ സംബന്ധിച്ചും മറ്റും. അള്ളാഹുവിനോട് ചോദിക്കുക. വൽ ആജിസി വൽ കസൽ, അലസതയും മടിയും, തോറ്റുപോകുന്ന അജിസ്, അശക്തനായിത്തീരുന്ന അവസ്ഥകൾ, അതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. വൽ ബുഖ്ലി വൽ ജുബൻ, പിശുക്കിൽ നിന്ന് രക്ഷ തേടുക. വൽ ജുബൻ, അതേപോലെ തന്നെ ഭീരുത്വം, ഭയപ്പാട്, അതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടേണ്ടതുണ്ട്. വദലഇദ്ദൈനി വഗലബത്തിർ റിജാൽ, കടങ്ങൾ കൂടി ആളുകൾ കീഴ്പ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന്. അപ്പോൾ കടങ്ങൾ കൂടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബേജാറാണ്, വലിയ സങ്കടമാണ്. അപ്പോൾ കടങ്ങളിൽ നിന്ന് മോചനം കിട്ടണം. അതേപോലെ തന്നെ ഭീരുത്വം എന്നതും വളരെ വലിയൊരു പ്രശ്നമാണ്. ധൈര്യശാലികളായിരിക്കണം. പിശുക്ക് പ്രശ്നമാണ്, അലസത പ്രശ്നമാണ്, തോറ്റുപോകൽ പ്രശ്നമാണ്, സങ്കടവും ഉത്കണ്ഠയും പ്രശ്നമാണ്. അള്ളാഹുവിനോട് തേടണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ ആജിസി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബൻ വദലഇദ് ദൈനി വഗലബത്തിർ റിജാൽ എന്ന ദുആ പഠിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും നാം അത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ്, ഒരുപാട് പരീക്ഷണങ്ങളിൽ വളരെ വലിയൊരു പ്രശ്നമാണ് കടം കൂടുക എന്നത്. കടബാധ്യത ധാരാളമായി ഉണ്ടാവുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. ഞാൻ കടത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു, എന്നാലും ഈ ദുആ വളരെ നല്ലതാണ്.
ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു പർവ്വതത്തോളം കടമുണ്ടെങ്കിലും, ഒരു വലിയ പർവ്വതം കണക്കെ കടമുണ്ടെങ്കിലും അത് അള്ളാഹു സുബ്ഹാനഹു വതആല വീട്ടി തരാൻ അള്ളാഹുവിൻ്റെ റസൂൽ എനിക്കൊരു ദുആ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ ദുആ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക്. അള്ളാഹുവേ, നീ ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഹലാലാക്കിയ കാര്യങ്ങളിൽ മാത്രം പരിമിതപ്പെടുകയും അതിനെ എനിക്ക് മതിയാകുന്ന ഒരവസ്ഥ നീ എനിക്ക് ഉണ്ടാക്കി തരികയും ചെയ്യണമേ റബ്ബേ. കാരണം പലപ്പോഴും കടങ്ങളിലേക്ക് പോകുന്നത് അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതി തുടരുമ്പോഴാണ്. പലപ്പോഴും, അധിക സന്ദർഭത്തിലും, എപ്പോഴും അങ്ങനെയാണ് എന്നല്ല, മറിച്ച് അള്ളാഹു നൽകിയതിൽ സംതൃപ്തിപ്പെടുക, കൂടുതൽ മോഹിക്കാതിരിക്കുക, മറ്റു മാർഗങ്ങളിലൂടെ സമ്പാദിക്കാൻ ശ്രമിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരാൾക്ക് തനിക്ക് ലഭിക്കുന്ന വരുമാനം അനുസരിച്ച് ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കും. പലപ്പോഴും പല ആളുകളും, എല്ലാവരും അങ്ങനെയല്ല, ഞാൻ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നു, എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ പലരും കടബാധ്യതയുള്ള ആളുകളായി തീരുന്നത് തൻ്റേതായ ക്ഷമകേട് കൊണ്ടോ മറ്റു മോഹങ്ങൾ കൊണ്ടോ ഹറാമായ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കടക്കാരായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ ദുആയിലെ ഈ പ്രയോഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക്. അല്ലാഹുവേ, നീ ഹലാലാക്കിയത് മാത്രം മതി എനിക്ക്, അൻ ഹറാമിക്, നീ ഹറാമാക്കിയതൊന്നും എനിക്ക് വേണ്ട. അങ്ങനൊരവസ്ഥ നൽകണമേ. വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അതേപോലെ തന്നെ എനിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിൻ്റെ ഫضല് മാത്രം മതിയാകുന്നൊരവസ്ഥ നീ എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞാൽ, സൃഷ്ടികളെ ആശ്രയിക്കാതെ അള്ളാഹുവേ നിൻ്റെ ഔദാര്യവും ഫضലും മാത്രം ലഭിച്ചുകൊണ്ട് അതിൽ സംതൃപ്തി അടയുന്നൊരവസ്ഥ നീ എനിക്ക് ഉണ്ടാക്കി തരണമേ. ആ നിലക്ക് നീ എനിക്ക് ധന്യത നൽകുകയും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടുന്ന ഒരവസ്ഥ ഇല്ലാതാക്കി തീർക്കുകയും ചെയ്യണമേ. ഇതാണ് ആ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ചെയ്താൽ ധാരാളം ആളുകൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ഈ മഹനീയമായ സന്ദർഭത്തിൽ നമുക്ക് ദുആ ചെയ്യാനുള്ളതാണിത്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക് വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക് എന്നുള്ള ഈ ദുആ ചെയ്താൽ പർവ്വതം കണക്കെ കടമുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കത് വീട്ടി തരുന്നതാണ്. അതേപോലെ തന്നെ 9ാമത്, ഒരുപാട് രോഗങ്ങളുണ്ട് നമുക്ക്. ആ രോഗങ്ങളിൽ നിന്ന് പ്രത്യേകം അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ. അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. അള്ളാഹുവേ, വെള്ളപ്പാണ്ടിൽ നിന്നും ഭ്രാന്തിൽ നിന്നും കുഷ്ഠരോഗത്തിൽ നിന്നും അതേപോലെ തന്നെ വമിൻ സയ്യിഇൽ അസ്ഖാം, മോശമായ എന്തെല്ലാം രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളിൽ നിന്നെല്ലാം നീ എന്നെ കാത്തുരക്ഷിക്കണമേ. അപ്പോൾ ഭ്രാന്ത്, അതേപോലെ തന്നെ വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, അതേപോലെ തന്നെ സയ്യിഉൽ അസ്ഖാമിൽ എല്ലാ മോശമായ രോഗങ്ങളും പെട്ടു. ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ തേടേണ്ടതുണ്ട്. ആഫിയത്തിന് ചോദിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എല്ലാ തരം രോഗങ്ങളും. അതേപോലെ തന്നെ നമുക്ക് ഇന്ന് കാണപ്പെടുന്ന രോഗങ്ങൾ നമുക്ക് എടുത്തു പറയാം. അള്ളാഹുവേ, കൊറോണയിൽ നിന്ന്, അതിൻ്റെ വകഭേദങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ ക്യാൻസറിൽ നിന്ന്, മറ്റു ഒരുപാട് രോഗങ്ങൾ, അത് നമുക്ക് പേരെടുത്ത് പറയാം. അങ്ങനെ ഓരോ രോഗങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവേ, അത്തരം രോഗങ്ങളിൽ നിന്നും അതിൻ്റെ കെടുതികളിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന നാം നിർവഹിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ പ്രാർത്ഥിക്കേണ്ടുന്നതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ദുആ ഇവിടെ കൊണ്ടുവന്നത്. അതല്ലാത്ത നിലക്ക് വേറെയും നമുക്ക് ധാരാളം ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത് കാണാൻ സാധിക്കുന്നതാണ്. 10ാമതായി നമുക്ക് വളരെയധികം പ്രാധാന്യത്തോടുകൂടി ദുആ ചെയ്യേണ്ട ഒരു വിഷയമാണ്, അള്ളാഹു നമുക്ക് അറിവ് വർദ്ധിപ്പിച്ച് തരാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിവില്ലായ്മയാണ്. അതുകൊണ്ടാണ് സൂറത്തു ത്വാഹയിലെ 114-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി അള്ളാഹു പറയുകയാണ്, വഖുർ റബ്ബി സിദ്നി ഇൽമ. അള്ളാഹുവേ, എനിക്ക് നീ ഇൽമ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നബിയെ താങ്കൾ പ്രാർത്ഥിക്കണം എന്നാണ്. കാരണം ഇൽമില്ലെങ്കിൽ അവിടെ ലുൽമുണ്ടാകും, അക്രമമുണ്ടാകും. ജഹലിൻ്റെ കൂടെ, അജ്ഞതയുടെ കൂടെയാണ് അനീതിയും അക്രമവും ഉണ്ടാകുന്നത്. എല്ലാ അബദ്ധങ്ങളും അറിവില്ലായ്മ കൊണ്ടാണ്. എല്ലാ നന്മകളും അറിവിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അറിവ് ലഭിക്കാൻ വേണ്ടി റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവെ ഇൽമു വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം. ഖുർആനിൽ, സുന്നത്തിൽ, തഫ്സീറിൽ, വിശ്വാസകാര്യങ്ങളിൽ, കർമാനുഷ്ഠാനങ്ങളിൽ, അങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും, അതേപോലെ തന്നെ ഈ ദുനിയാവിൽ നമുക്ക് പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകളുണ്ട്. അത്തരം അറിവുകളും ലഭിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
സുബൈ നമസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഉപകാരപ്രദമായ, കാരണം ഉപകാരമില്ലാത്ത ഒരുപാട് അറിവുകളുണ്ട്. പലരും അവരുടെ മുഴുവൻ സമയങ്ങളും മെനക്കെടുത്തുന്നത്, അവരുടെ സമ്പത്ത് മെനക്കെടുത്തുന്നതൊക്കെ ഒരു ഉപകാരവുമില്ലാത്ത അറിവുകൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം അള്ളാഹുവിനോട് ചോദിക്കണം: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ് റബ്ബേ നൽകണേ. വരിസ്ഖൻ ത്വയ്യിബ, നല്ല ഭക്ഷണം നൽകണമേ റബ്ബേ. വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന അമലും നൽകണമേ. കാരണം അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് എപ്പോഴാണ്? അത് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോഴാണ്. അതേപോലെ തന്നെ റിസ്ക്, ഉപജീവനം ഹലാലാവുന്നതും നന്മ നിറഞ്ഞതുമാകുന്നത് എപ്പോഴാണ്? ഇൽമുണ്ടാകുമ്പോഴാണ്. ഇല്ലെങ്കിൽ ഉപജീവനത്തിൽ ഹറാമ് വരും, അതേപോലെ തന്നെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാത്ത കർമ്മങ്ങളുമായി തീരും. അതുകൊണ്ടാണ് ഈ ദുആയുടെ ഒരു കോമ്പിനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ ഇൽമ്, അതേപോലെ വരിസ്ഖൻ ത്വയ്യിബ, നല്ല ഭക്ഷണം, വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനവും. അതേപോലെ തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രത്യേകം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. ചില ഇൽമിൽ നിന്ന് നമ്മൾ രക്ഷ തേടണം. പിശാചിൽ നിന്ന് രക്ഷ തേടുന്നത് പോലെ അഭയം തേടണം ചില ഇൽമിൽ നിന്ന്. കാരണം അത്തരം ഇൽമ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും, പരലോകത്തെ തന്നെ ചില അറിവുകൾ നശിപ്പിക്കും. അതുകൊണ്ട് ചില ഇൽമ് നമ്മൾ ചോദിച്ചു വാങ്ങണം. വേറെ ചില ഇൽമിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടണം. അതേപോലെ തന്നെ വമിൻ ഖൽബിൻ ലാ യഖ്ഷ, നിന്നെ ഭയപ്പെടാത്ത ഒരു ഹൃദയം. കാരണം ഉപകാരമില്ലാത്ത അറിവ് നേടുമ്പോൾ അള്ളാഹുവിനെ പേടിയില്ലാത്തൊരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവെ, നിന്നെ ഭയപ്പെടാത്തൊരു ഹൃദയത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വമിൻ നഫ്സിൻ ലാ തഷ്ബ, ഒരിക്കലും മതിയാകാത്ത ആർത്തിയുള്ള ഒരു നഫ്സിൽ നിന്ന്, ഒരു മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നും. ഞാനിതൊക്കെ പറഞ്ഞു പോകുമ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, ഇതൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ്. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടണം. അതേപോലെ തന്നെ മതിവരാത്ത ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അഭയം തേടണം. അള്ളാഹുവിനെ ഭയപ്പെടാത്തൊരു ഹൃദയത്തിൽ നിന്ന് അഭയം തേടണം. ഒരു ഉപകാരവുമില്ലാത്ത അറിവിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അഭയം തേടേണ്ടതുണ്ട്. അതാണ് 10ാമത്തത്. 11ാമത്തത് ത്വലബുൽ മഗ്ഫിറ. നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം, കാരണം ഇൽമില്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കും. അപ്പോൾ എന്താണ് തേടേണ്ടത്? മഗ്ഫിറത്തിനെ സംബന്ധിച്ച് നമ്മൾ അള്ളാഹുവിനോട് തേടേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ദുആകളിൽ നമുക്ക് കാണാം: റബ്ബനഗ്ഫിർ ലനാ ദുനൂബനാ വ ഇസ്റാഫനാ ഫീ അംരിനാ. അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഞങ്ങൾ അമിതമായി ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട്, അതെല്ലാം നീ പുറത്തു തരണമേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. ഖുർആനിൽ ധാരാളം കാണുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണത്. റബ്ബി ഗ്ഫിർലി എന്നോ അല്ലെങ്കിൽ റബ്ബന ഗ്ഫിർ ലനാ, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ എന്ന പ്രാർത്ഥന. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകളുടെ സയ്യിദ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചൊരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയാകുന്നു എൻ്റെ റബ്ബ്, നീയല്ലാതെ വേറെ ഇലാഹില്ല. ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, ഞാൻ നിൻ്റെ അടിമയാണ്, നിന്നോടുള്ള വാഗ്ദാനവും കരാറും പരമാവധി പാലിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തു പോയ അബദ്ധങ്ങളുടെ എല്ലാ ഷർറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അബൂ ബിനിഅമതിക അലയ്യ വ അബൂ ബിദംബി, നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ ഞാൻ അംഗീകരിക്കുന്നു, അതോടൊപ്പം ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളും ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ. അതുകൊണ്ട് ഫഗ്ഫിർലി, പടച്ച റബ്ബേ എനിക്ക് പുറത്തു തരണമേ. ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത്, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല. ഇത് മനസ്സിൽ ഉറപ്പിച്ചു ഒരാൾ രാവിലെ ചൊല്ലി വൈകുന്നേരത്തിനിടക്ക് മരിച്ചുപോയാൽ അയാൾ സ്വർഗത്തിൽ പോകുമെന്നും, വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ ആവുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ഈ ഒരു ദുആ കാണാതെ പഠിച്ച് നമ്മൾ ചൊല്ലണം. അതിനു പുറമെ അള്ളാഹുവിൻ്റെ റസൂല് അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു, അള്ളാഹുവേ ഞാൻ നേരത്തെ ചെയ്തതും പിന്നീട് മാറ്റിവെച്ചതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും എന്നിങ്ങനെ തുടങ്ങി നിരന്തരമായി ഇസ്തിഗ്ഫാറിൻ്റെ ദുആകൾ നമുക്ക് ഹദീസുകളിൽ കാണാം. അള്ളാഹുവിൻ്റെ റസൂല് തന്നെ ഒരു ദിവസം 100-ലധികം തവണ ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടിയിട്ടുണ്ട്. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ ദിനരാത്രങ്ങളിലും റമളാനിലും അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടണം. നമ്മുടെ ദുആകളിൽ മുൻകടന്നു വരേണ്ടത് ഇസ്തിഗ്ഫാറാണ് എന്ന് കഴിഞ്ഞ ഒരു ദർസിൽ ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. 12ാമത്തത്, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം.
അത് ഇന്ന ദുആ എന്നില്ല, അതിൻ്റെ ഒരു സമഗ്രമായ രൂപം സൂറത്തുൽ ഇസ്രായിലെ 24-ാമത്തെ ആയത്തിൽ കാണാം. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. മാതാപിതാക്കൾക്ക് കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം, അഥവാ നല്ല നിലക്ക് അവരോട് പെരുമാറണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുവേ, കുഞ്ഞുനാളിൽ ഞങ്ങളോട് അവർ കാരുണ്യം കാണിച്ചതുപോലെ റഹ്മാനായ റബ്ബേ നീ അവരോട് കരുണ കാണിക്കണേ. മാതാപിതാക്കളോട് അല്ലാഹുവിനോട് കാരുണ്യം കാണിക്കാനാണ് പറയുന്നത്. കാരണം നമ്മൾ മാതാപിതാക്കളോട് കാണിക്കുന്ന കാരുണ്യം എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ്. സൃഷ്ടികൾക്ക് അത്രയേ കഴിയുകയുള്ളൂ. ആ കഴിയുന്നത് തന്നെ അവർ പൂർണ്ണമായും നിർവഹിക്കുന്നുമില്ല. നമ്മുടെ മാതാപിതാക്കളോട് അള്ളാഹു തന്നെ കരുണ കാണിക്കണം. അതുകൊണ്ടാണ് നമ്മൾ റബ്ബിനോട് പ്രത്യേകം പറയുന്നത്, റബ്ബേ നീ കാരുണ്യം കാണിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളോട്. അവരുടെ ആരോഗ്യത്തിന് വേണ്ടി, അവരുടെ ഈമാനികമായ ജീവിതത്തിന് വേണ്ടി, മഹ്ശറിൽ അവർക്ക് വിജയം ലഭിക്കാൻ വേണ്ടി, അവർക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടി, ഇഹപര നന്മകൾക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾക്ക് വാചാലമായി ദുആ ചെയ്യണം. ഞാൻ ഉദാഹരണങ്ങൾ കൊണ്ടുവന്നു നമ്മൾ മറന്നു പോവാതിരിക്കാൻ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരിക്കലും മറന്നു പോവരുത്. നിരന്തരമായി അവർക്ക് വേണ്ടി, അവരുടെ എല്ലാ ഖൈറുകൾക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അതിനനുസരിച്ചുള്ള ബറക്കത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. മക്കളുടെ ജീവിതത്തിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മാതാപിതാക്കളാണ്. അൽ ബറക്കത്തു മഅ അകാബിരിക്കും എന്നാണ്. നിങ്ങളുടെ കൂട്ടത്തിലെ മുതിർന്നവരുടെ കൂടെയാണ് ബറക്കത്ത്, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുകൾ ഉണ്ടാകും. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. 13-ാമത്തത്, മക്കൾക്ക് വേണ്ടിയുള്ള ദുആയും മറന്നു പോകാൻ പാടില്ല. സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്തിൽ കാണാം വിശ്വാസികളുടെ ദുആ ആണെന്ത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ. ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. ധാരാളം ദുആ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ധാരാളം ദുആ ചെയ്യണം. അതിൻ്റെ ഒരു സമഗ്ര രൂപമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർറത അയുൻ എന്നാണ്, കൺകുളിർമ എന്നാണ്. അതിലെല്ലാം പെട്ടു. ഭൗതികമായ നന്മകൾ പെട്ടു, അതേപോലെ തന്നെ ദീനിയായ നന്മകൾ പെട്ടു. അതിനുശേഷം പറയുന്നതോ അതും സമഗ്രമാണ്. എന്താണ്? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് ഞങ്ങളെ മാതൃകയാക്കണം എന്നാണ്. ഞങ്ങളെ മുത്തഖീങ്ങളാക്കണം എന്നല്ല. തഖ്വയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എൻ്റെ ഭാര്യയിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ ഭർത്താവിൽ മാതൃകയുണ്ടാവണമേ എന്നാണ്. അപ്പോൾ എത്രമാത്രം വലിയ ഖൈറിന് വേണ്ടിയാണ് നമ്മൾ തേടുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, ഭർത്താക്കന്മാർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയൊക്കെ അതിൽ കൺകുളിർമ ഉണ്ടാവാൻ വേണ്ടിയുള്ള ദുആ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. ധാരാളമായി നാം ആ വിഷയത്തിൽ ദുആ ചെയ്യേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് നോക്കൂ നിങ്ങൾ. റബ്ബന ഗഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എല്ലാ വിശ്വാസികൾക്കും നീ പുറത്തു തരണമേ റബ്ബേ എന്നുള്ള ദുആ. അതേപോലെ തന്നെ സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്തിൽ കാണാം റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅൻ അഅമല സാലിഹൻ തർദാഹു വഅസ്ലിഹ് ലി ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവേ, നീ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നിന്നോട് നന്ദി കാണിക്കാൻ നീ എന്നെ പ്രേരിപ്പിക്കണമേ. നീ ഇഷ്ടപ്പെടുന്ന സൽപ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നീ എന്നെ സഹായിക്കണമേ. എൻ്റെ സന്താനങ്ങളിലും നീ എനിക്ക് സാലിഹീങ്ങളെ നൽകണമേ. ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു. അപ്പോൾ മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ഇണകൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ സ്ഥാനമുണ്ടായിരിക്കണം. സുദീർഘമായി അവർക്ക് വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യുകയും വേണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു ദുആണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. നമ്മൾ ധാരാളം പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. അത് അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ദുആ ചെയ്യണം. നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ സൂറത്തുൽ ബഖറയിലെ 127-ാമത്തെ ആയത്തിൽ കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഖലീലായ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ. കഅബാലയം പടുത്തുയർത്തിയതും അള്ളാഹു പറഞ്ഞിട്ടാണ്. എന്നിട്ടും അദ്ദേഹം കഅബാലയം പടുത്തുയർത്തിയതിന് ശേഷം അദ്ദേഹവും അതേപോലെ തന്നെ മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, മഹാന്മാരായ ഈ രണ്ട് പ്രവാചകന്മാരും എന്താ ദുആ ചെയ്യുന്നത്? റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്, അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് നമ്മൾ ദുആ ചെയ്യണം. കാരണം പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ ധാരാളം നോമ്പ് നോറ്റു, ഖിയാമുൽ ലൈൽ നമസ്കരിച്ചു, തറാവീഹ് നമസ്കരിക്കുന്നു, അതേപോലെ തന്നെ സദഖകൾ ചെയ്യുന്നു, സക്കാത്ത് നൽകുന്നു, നോമ്പ് തുറപ്പിക്കുന്നു,
പഠിക്കുന്നു, ഖുർആൻ ഓതുന്നു, അദ്കാറുകൾ ചൊല്ലുന്നു, ധാരാളം ആളുകളെ നമ്മൾ സഹായിക്കുന്നു, എന്തൊക്കെ നന്മകൾ ദഅവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇതൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വൃഥാവിലായി പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ടതാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ തഖ്വയോട് കൂടി ചെയ്യണം, റിയാ ഉണ്ടാവരുത്, സുമഅത്ത് ഉണ്ടാവരുത്. അപ്പോൾ ആ നിലക്കുള്ള ദുആ നമ്മളിൽ നിന്നുണ്ടാവണം. നേരത്തെ പഠിപ്പിച്ച ഒരു ദുആയിൽ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാ സുബൈക്ക് ശേഷവും നടത്തിയ ദുആയിൽ എന്തുകൂടി കാണാം? വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന പ്രവൃത്തി, അത് റബ്ബേ നീ എനിക്ക് നൽകണമേ എന്നാണ്. അപ്പോൾ നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അത് പാഴായിപ്പോയാൽ വളരെ വലിയ നഷ്ടമാണ് ജീവിതത്തിൽ സംഭവിക്കുക. അതേപോലെ തന്നെ നമുക്ക് തഖ്വയും തസ്കിയത്തും കിട്ടാൻ വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. കാരണം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അനിവാര്യ ഘടകമെന്ന് പറയുന്നത് തഖ്വയാണ്. അതേപോലെ തന്നെ ജീവിത വിശുദ്ധിയാണ്. നല്ല വാക്കുകൾ പറയുക, നല്ലത് സംസാരിക്കുക, നല്ലത് പ്രവർത്തിക്കുക, ജീവിതത്തിൽ സൽസ്വഭാവം കാത്തു സൂക്ഷിക്കുക, ഇതൊക്കെ വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ നഫ്സാണല്ലോ, നമ്മുടെ ഹൃദയത്തിൻ്റെ തഖ്വയാണല്ലോ നമ്മെ നല്ലവരാക്കി തീർക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസമുണ്ട്, ഒരു മാംസ കഷ്ണമുണ്ട്, അത് നന്നായാൽ അവർ മുഴുവൻ നന്നായി, അത് ചീത്തയായാൽ അവർ മുഴുവൻ ചീത്തയായി. നമുക്ക് കാണാൻ സാധിക്കും, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുആകളിൽപ്പെട്ടതാണ്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അള്ളാഹുവേ എൻ്റെ നഫ്സിന് നീ അതിൻ്റേതായ തഖ്വ നൽകണേ റബ്ബേ. നിന്നെ ഭയപ്പെടുകയും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ എൻ്റെ ആത്മാവിന്, എൻ്റെ കൽബിന് നീ നൽകണേ. വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ, എൻ്റെ ആത്മാവിനെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ, എൻ്റെ സ്വഭാവത്തെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ. ഹൃദയത്തെ, ആത്മാവിനെ, നഫ്സിനെ ശുദ്ധീകരിക്കുന്നവരിൽ ഏറ്റവും ഖൈറായവൻ നീയാണ് റബ്ബേ. അൻത വലിയുഹ വ മൗലാഹ, ഹൃദയത്തിൻ്റെ രക്ഷാധികാരി, ആത്മാവിൻ്റെ രക്ഷാധികാരി നീയാണ് റബ്ബേ. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആത്മവിശുദ്ധിക്ക് വേണ്ടിയും തഖ്വ നിലനിന്ന് കിട്ടാൻ വേണ്ടിയുമൊക്കെ ആത്മാർത്ഥമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും ദുആ ചെയ്യേണ്ടതുണ്ട്. 16-ാമത്തത്, നമ്മൾ അള്ളാഹുവിൽ നിന്ന് എല്ലാ നിലക്കുമുള്ള ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും അതേപോലെ തന്നെ ദുനിയാവിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടേണ്ടതുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്ന പ്രവാചകൻ്റെ ഒരു ഹദീസിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചില ദുആകൾ നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പ്രഭാതത്തിലും ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട് എന്നാണ്. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത്. അള്ളാഹുവെ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ കേൾവിയിൽ, എൻ്റെ കാഴ്ചയിൽ നീ എനിക്ക് ആഫിയത്ത്, സൗഖ്യം നൽകണമേ. നീയല്ലാതെ വേറെ ഇലാഹില്ല. തുഈദുഹാ സലാസന ഹീന തുംസി, അത് വൈകുന്നേരമായാലും അള്ളാഹുവിൻ്റെ റസൂല് ചൊല്ലാറുണ്ട്. അപ്പോൾ വൈകുന്നേരവും രാവിലെയും 3 തവണ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട്. വഹീന തുസ്ബിഹു സലാസ, പ്രഭാതത്തിലും 3 തവണ, പ്രദോഷത്തിലും 3 തവണ. പിന്നെയോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അള്ളാഹുവെ ഞാൻ നിന്നോട് എല്ലാത്തരം കുഫറിൽ നിന്നും, ചെറിയ കുഫർ, വലിയ കുഫർ, ചെറിയ ശിർക്ക്, വലിയ ശിർക്ക്, അങ്ങനെ എല്ലാത്തരം ശിർക്കിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. വൽ ഫഖരി, ദാരിദ്ര്യത്തിൽ നിന്നും. കാരണം പലപ്പോഴും ദാരിദ്ര്യം ആളുകളെ തിന്മയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ദാരിദ്ര്യമില്ലാത്ത ഒരവസ്ഥയിൽ നിന്നും സത്യനിഷേധത്തിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി ലാ ഇലാഹ ഇല്ലാ അൻത്, ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു, നീ അല്ലാതെ ഇലാഹില്ല. ഇതും അള്ളാഹുവിൻ്റെ റസൂൽ രാവിലെയും വൈകുന്നേരവും 3 തവണ ചൊല്ലിയിരുന്നു. അപ്പോൾ കുഫറിൽ നിന്നും അതേപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടണം. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടണം. ശരീരത്തിലും കേൾവിയിലും കാഴ്ചയിലുമൊക്കെ ആഫിയത്ത് തരാൻ, കാരണം കണ്ണിനും കാതിനും ശരീരത്തിനൊക്കെ ആഫിയത്തുണ്ടെങ്കിലേ നമുക്ക് ഇൽമ് നേടാനും ദഅവത്ത് ചെയ്യാനും ആരാധനകളിൽ മുഴുകാനുമൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ആഫിയത്തിന് വേണ്ടിയും തേടിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ 17-ാമത് എപ്പോഴും നമ്മെ അലട്ടുന്നൊരു വിഷയമാണ് ഈ പറഞ്ഞതിനൊക്കെ പുറമെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ എമ്പാടുമാണ്. അത് വ്യക്തികൾ മുതൽ ഭരണകൂടം വരെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായി മാറിയേക്കാം. അത്തരം സന്ദർഭത്തിൽ എന്താണ് ദുആ ചെയ്യേണ്ടത്? കാരണം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും, കുഴപ്പക്കാരായ ഇസ്ലാമിനെതിരിൽ പ്രവർത്തിക്കുന്ന സത്യനിഷേധികൾക്കെതിരിലുള്ള പ്രാർത്ഥന. സൂറത്തുൽ ബഖറയിലെ 250 തന്നെ നമുക്ക് കാണാം, വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ഒരു ജനതയ്ക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണേ. കാരണം എന്നും സത്യനിഷേധികൾ, സത്യവിശ്വാസികളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രാർത്ഥന. സൂറത്തുൽ അൻകബൂത്തിലെ 30-ാമത്തെ ആയത്തിൽ കാണാം, ഖാല റബ്ബിൻസുർനി അലൽ ഖൗമിൽ മുഫ്സിദീൻ, അല്ലാഹുവേ കുഴപ്പക്കാരായ ആളുകൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണേ റബ്ബേ. അപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കാൻ മറന്നുപോകരുത്. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അവർക്കെതിരിൽ ദുആ ചെയ്യാനും
അവരിൽ നിന്ന് രക്ഷ ലഭിക്കുവാനും വേണ്ടിയുള്ള പ്രാർത്ഥന അനിവാര്യമാണ്. കാരണം നമുക്ക് പ്രാർത്ഥന മാത്രമേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയുധമുള്ളൂ. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കട്ടെ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ ഖാഫ മിൻ റജുലിൻ ഔ മിൻ ഖൗമിൻ, ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂലിന് പേടി തോന്നിയാൽ, അവർ ഉപദ്രവിക്കുമെന്നോ പ്രശ്നമുണ്ടാക്കുമെന്നോ പ്രവാചകന് പേടി തോന്നിയാൽ, ശ്രദ്ധിക്കുക, മിൻ റജുലിൻ ഔ മിൻ ഖൗമിൻ, ഒരു വ്യക്തിയിൽ നിന്നാകാം അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്നാകാം. ഖാല, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്താ ദുആ ചെയ്യുക? അല്ലാഹുമ്മ ഇന്നി അജ്അലുക ഫീ നുഹൂരിഹിം വ അഊദു ബിക മിൻ ശുറൂരിഹിം. അള്ളാഹുവേ, അവരുടെ നഹറിൻ്റെ അഥവാ അവരുടെ നെഞ്ചിൻ്റെ മുന്നിലായി ഞാൻ നിന്നെ സ്ഥാപിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവേ, ശത്രുക്കളുടെ മുന്നിൽ ഞങ്ങൾക്കൊരു പരിചയമായി ഒരഭയമായി നീ ഉണ്ടാവണമേ. വ അഊദു ബിക മിൻ ശുറൂരിഹിം, അവരുടെ എല്ലാ ഷർറിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പറയണം, അള്ളാഹുവേ, ഇന്നാലിന്ന വ്യക്തി എൻ്റെ ശത്രുവാണ്, അല്ലെങ്കിൽ ഇന്നാലിന്ന സമൂഹം ഞങ്ങളുടെ ശത്രുവാണ്, ഞങ്ങളുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് നാഥ, നീയല്ലാതെ ഞങ്ങൾക്ക് അഭയമില്ല. അതുകൊണ്ട് ആ ശത്രുക്കളുടെ മുന്നിൽ ഞങ്ങളിതാ നിന്നെ വെക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ, അവർക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ, അവരുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ നീ പ്രൊട്ടക്റ്റ് ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നാം ആരെയാണോ ഭയപ്പെടുന്നത്, ആരിൽ നിന്നാണോ ഭയപ്പെടുന്നത്, അപ്പോൾ ഈ ഒരു ദുആ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ ഇന്നി അജ്അലുക ഫീ നുഹൂരിഹിം വ അഊദു ബിക മിൻ ശുറൂരിഹിം എന്ന് നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ശത്രുക്കളിൽ വെച്ച് ഏറ്റവും ഗൗരവമേറിയ മറ്റൊരു ശത്രുവുണ്ട്. അതാരാണ്? പിശാജ്, ശൈത്താൻ. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. പിശാജ് നിങ്ങളുടെ ശത്രുവാണ്, അവനെ ശത്രുവായിട്ട് തന്നെ നിങ്ങൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നിരന്തരം, അത് ഇന്ന ദുആ എന്നില്ല, നിരന്തരം പിശാജിൻ്റെ എല്ലാത്തരം ഷർറുകളിൽ നിന്നും നാം അള്ളാഹുവിൽ അഭയം തേടേണ്ടതുണ്ട്. അതിലേറ്റവും ചുരുങ്ങിയ രൂപമാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന രൂപം. സൂറത്തുൽ അറാഫിലെ 200-ാമത്തെ ആയത്തിൽ കാണാം, വ ഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ, പിശാജിൽ നിന്ന് വല്ല ദുഷ്പ്രേരണയും നിങ്ങൾക്കുണ്ടായാൽ ഫസ്തഇദ് ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് അഭയം തേടണം. ഇന്നഹു സമീഉൻ അലീം, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് നാം ഏറ്റവും ചുരുങ്ങിയത് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഖുർആനിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം, സൂറത്തുൽ മുഅ്മിനൂൻ 97-98 ആയത്തുകളിൽ, വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ, അല്ലാഹുവേ, പിശാജിൻ്റെ എല്ലാത്തരം ഹമസാത്തുകളിൽ നിന്നും, അവനുണ്ടാക്കുന്ന ഭ്രാന്ത്, അവനുണ്ടാക്കുന്ന വസ്വാസുകൾ, ഇതിനൊക്കെയാണ് ഹമസാത്ത് എന്ന് പറയുക. ആ നിലക്ക് പിശാജിൻ്റെ ഒരുപാട് ഷർറുകൾ, മാനസികമായ ഷർറുകൾ, ശാരീരികമായ ഷർറുകൾ, അതിൽ നിന്ന് അല്ലാഹുവേ നിന്നിൽ ഞങ്ങൾ അഭയം തേടുന്നു. വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, അല്ലാഹുവേ, പിശാചിക്കൾ കൂട്ടമായി ഞങ്ങളുടെ അടുക്കൽ ഹാജരാവുന്നതിൽ നിന്നും ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. കാരണം പിശാചിക്കൾ മനുഷ്യർക്കിടയിൽ ഹാജരാവും, അവരെ വഴിതെറ്റിക്കാനും അവരെ പ്രയാസപ്പെടുത്താനും. അതിൽ നിന്നൊക്കെ നിരന്തരമായി അല്ലാഹുവിനോട് അഭയം തേടേണ്ടതുണ്ട്. 19-ാമത്തത്, കടുത്ത പരീക്ഷണങ്ങളിൽ അകപ്പെട്ടാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഏത് ഘട്ടത്തിലും നമ്മെ രക്ഷപ്പെടുത്താൻ അല്ലാഹുവിനല്ലാതെ വേറെ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഒരിക്കലും ഒരു വലിയനെ, ഒരു പ്രവാചകനെ, ഏതെങ്കിലും ഒരു മഹാനെ, ഒരു ബാവയെ, ഒരു ബീവിയെ, ഒരു ജിന്നിനെ, ഒരു മലക്കിനെ, ആരെയും വിളിച്ച് ദുആ ചെയ്യരുത്. അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. സൂറത്തുൻ നംലിലെ 62-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നത് അതാണ്, അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅ വയക്ഷിഫുസ് സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ്. വിഷമസന്ധിയിൽ അകപ്പെട്ടാൽ അവർ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അല്ലാഹു അല്ലാതെ വേറെ വല്ല ഇലാഹുമുണ്ടോ എന്നാണ്. വേറെ ഒരു ഇലാഹുമില്ല, ഒരാൾക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പ്രത്യേകിച്ചും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദുആ. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ദഅവതു ദിന്നൂൻ ഇദ് ദഅ വഹുവ ഫീ ബത്നിൽ ഹൂത്ത്. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടപ്പോൾ നടത്തിയ ദുആ ഏതാണത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, അല്ലാഹുവേ, നീ അല്ലാതെ ഇലാഹില്ല, നീ പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ ളാലിമീങ്ങളിൽ പെട്ടുപോയിരിക്കുന്നു. അതിലുള്ള ദുആ എന്താണ്? എനിക്ക് അബദ്ധം സംഭവിച്ചു, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ നീ മാത്രമാണ്, പരിശുദ്ധനായ റബ്ബേ, നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്നാണ് അതിൻ്റെ മഅന. فإنه لم يدع بها رجل مسلم في شيء قط إلا استجاب الله له. ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ ദുആ ഏത് സന്ദർഭത്തിൽ നടത്തിയാലും അള്ളാഹു ഉത്തരം നൽകാതിരിക്കുകയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്. അതുകൊണ്ട് ഈ ദുആ നമ്മൾ വിട്ടുപോകരുത്. ഒരുപാട് പ്രതിസന്ധികളുണ്ട്, പലരും ഹോസ്പിറ്റലുകളിലാണ്, ക്രിട്ടിക്കൽ സ്റ്റേജുകളിലാണ്, മറ്റൊരുപാട് പ്രതിസന്ധികൾ.
ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇത് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. മറ്റു മരുന്നുകളൊക്കെ കൊടുക്കാം. ആളുകൾ ഇന്ന് പല മരുന്നുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറുനാരങ്ങ ബെസ്റ്റാണ്, ഇഞ്ചി ബെസ്റ്റാണ്, വെള്ളുള്ളി ബെസ്റ്റാണ്, ഹോമിയോപ്പതി ബെസ്റ്റാണ്, ആയുർവേദമാണ് നല്ലത്, അല്ല അലോപ്പതിയാണ് നല്ലത്, അതല്ല വേറെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം ശരിയാണ്. അതിലൊക്കെ ഒരുപക്ഷെ ഖൈറുകൾ ഉണ്ടായിരിക്കാം. ചിലത് ശരിയായിരിക്കാം, ചിലത് തെറ്റായിരിക്കാം. പക്ഷെ ഒരിക്കലും തെറ്റാത്ത ഒന്നുണ്ട് ഇതിൻ്റെ ഒക്കെ കൂടെ ഉപയോഗിക്കേണ്ടത്. അതാണ് ദുആ, അതാണ് പ്രാർത്ഥന. അള്ളാഹു പ്രാർത്ഥന കേൾക്കുന്നവനാണ്. മനമൊരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഏത് പ്രതിസന്ധിയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക എന്ന പ്രാർത്ഥന, ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ഈ ഒരു പ്രാർത്ഥന നമ്മൾ മറന്നു പോകാതിരിക്കുക. 20-ാമത്തത്, എപ്പോഴും നമ്മുടെ റിസ്ഖിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഉപജീവനത്തിൽ ഒക്കെ ബറക്കത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് സമ്പത്തിൽ ബറക്കത്ത് കിട്ടേണ്ടതുണ്ട്, സന്താനങ്ങളിൽ കിട്ടണം, നാട്ടിൽ കിട്ടണം, നമ്മുടെ ഉപജീവനത്തിൽ കിട്ടണം. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ മദീനയിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. ചില പകർച്ചവ്യാധികളെല്ലാം മദീനയിലുണ്ടായിരുന്നു. അപ്പോൾ മക്ക വിട്ട് മദീനയിലേക്ക് വന്നപ്പോൾ അവർ കാണുന്നൊരവസ്ഥ അതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിലൂടെ അതിനെ മാറ്റിയെടുത്ത് ലോകത്തിലെ ഏറ്റവും ബർക്കത്തുള്ള നാടാക്കി മദീനയെ മാറ്റി. എന്താ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥന? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിന വ ബാരിക് ലനാ ഫീ മദീനത്തിന. അള്ളാഹുവേ, ഞങ്ങളുടെ മദീനയിൽ, ഞങ്ങളുടെ പട്ടണത്തിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണം. ഞങ്ങളുടെ വിഭവങ്ങളിൽ, പഴവർഗ്ഗങ്ങളിൽ, ഫലവർഗ്ഗങ്ങളിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് തരണം. വബാരിക് ലനാ ഫീ സാഇന വബാരിക് ലനാ ഫീ മുദ്ദിന. ഞങ്ങളുടെ സായിലും മുദ്ദിലും, അതൊക്കെ ഓരോ അളവാണ്. 2 കൈപ്പത്തി ഇങ്ങനെ എടുത്താൽ 1 കൈപ്പത്തി, അതാണ് ഒരു മുദ്ദ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 4 സാഇ എന്ന് പറയുന്നത്. അതിലൊക്കെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. പിന്നീട് അവിടെ വളരെ വലിയ ബർക്കത്ത് അവർക്കുണ്ടായി. അവരുടെ ഉപജീവനത്തിലും ആ നാട്ടിലും. ആ രോഗം തന്നെ മദീനയിൽ നിന്ന് അള്ളാഹു എടുത്തു കളഞ്ഞു. അൽഹംദുലില്ലാ. ഇതൊക്കെ ദുആകളിലൂടെ സംഭവിക്കുന്നതാണ്. നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അതേപോലെ തന്നെ ഉപജീവനത്തിൽ ആളുകൾ പട്ടിണിയിലാണ്, ദാരിദ്ര്യത്തിലാണ്. ഒരുപാട് ആളുകൾക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ സ്വത്തിന് വേണ്ടി, നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, നാടിന് വേണ്ടി എല്ലാമുള്ള ദുആ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരിക്കട്ടെ. 21-ാമത്തത് വളരെ ഗൗരവപ്പെട്ടതാണ്. റിയായിൽ നിന്ന് എപ്പോഴും നമ്മൾ റബ്ബിനോട് രക്ഷ തേടണം. കാരണം നമ്മുടെ അമലുകൾ ഇഖ്ലാസ് ഉള്ളതാണെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ മനസ്സിൽ അല്ലാഹു അല്ലാത്തവരെ പ്രീതിപ്പെടുത്തുക, മറ്റുള്ളവർ നോക്കുന്നുണ്ട് എന്ന് കരുതി അവർക്ക് വേണ്ടി ഇബാദത്തുകളെ ഭംഗിയാക്കുക, നമ്മൾ ചെയ്ത നന്മകൾ മറ്റുള്ളവരോട് എടുത്തു പറഞ്ഞുകൊണ്ട് അഭിമാനിക്കുക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണത്താൽ അമലുകൾ നിഷ്ഫലമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യാ അബൂബക്കർ ലശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. ഒരു ഉറുമ്പ് വളരെ പതുങ്ങിയ ഒരു പദാർത്ഥത്തിൽ അരിച്ചു കയറുന്നത് പോലെ ശിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, വഹലി ശിർക്കു ഇല്ലാ മൻ ജഅല മഅ അല്ലാഹി ഇലാഹൻ ആഖർ. അള്ളാഹുവിൻ്റെ കൂടെ വേറൊരു ഇലാഹിനെ കൂടി സ്വീകരിച്ചാലല്ലേ ഷിർക്കാവുകയുള്ളൂ, അല്ലാതെ വേറെ ഷിർക്ക് വരുമോ എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരാണല്ലോ. ഞങ്ങളിനി വിഗ്രഹങ്ങളെയോ മഹത്തുക്കളെയോ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ ജിന്നുകളെയോ മലക്കുകളെയോ ഒന്നും ദുആ ചെയ്യാൻ പോകുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഷിർക്ക് വരിക? അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവർത്തിച്ചു, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ ആ റബ്ബ് തന്നെ സത്യം, ലശ്ശിർകു അഖ്ഫാ മിൻ ദബീബിൻ നംൽ. തീർച്ചയായും ഉറുമ്പ് നിങ്ങളറിയാതെ കയറി വരുന്നത് പോലെ ഷിർക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരും. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, അലാ അദുല്ലുക അലാ ശൈഇൻ ഇദാ ഖുൽതഹു ദഹബ അൻക ഖലീലുഹു വകസീറു. ചെറുതും വലുതുമായ, അല്പവും കൂടുതലുമായ എല്ലാത്തരം ഷിർക്കിൽ നിന്ന്, അഥവാ റിയാ ആകുന്ന ഷിർക്കാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശിച്ചത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുക എന്നുള്ളത്. അത് ചെറിയ ഷിർക്കാണ്, അമല് നിഷ്ഫലമായി പോകും, അള്ളാഹു സ്വീകരിക്കൂല. അങ്ങനെയുള്ളതെല്ലാം നിൻ്റെ മനസ്സിൽ നിന്ന് പോയി കിട്ടാൻ വേണ്ടി ഒരു ദുആ പഠിപ്പിച്ചു തരട്ടെയോ? എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു, ഇങ്ങനെ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം. അള്ളാഹുവെ, അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഞാൻ അറിയാതെ എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ വാക്കുകളിൽ, എൻ്റെ പ്രവർത്തനങ്ങളിൽ ഒക്കെ ശിർക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ എനിക്ക് പുറത്തു മാപ്പാക്കി തരണേ എന്ന് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം എന്ന ഈ ഒരു ദുആ എല്ലാ റിയായിൽ നിന്നും സുമാത്തിൽ നിന്നും രക്ഷ കിട്ടാനും മാപ്പ് ലഭിക്കാനുമുള്ള ദുആ ആണ്. ഇത് നമ്മൾ മറന്നു പോകരുതെന്ന് മാത്രമല്ല, മറ്റു പദങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിന റിയാ വമിനൻ നിഫാഖ് വമിന സുമഅ. അല്ലാഹുവേ, കാപട്യത്തിൽ നിന്നും റിയായിൽ നിന്നൊക്കെ ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്നുള്ള നിലക്ക് നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. 22-ാമത്തത്, മുഴുവൻ മുസ്ലിമീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണം. ആരോടും നമുക്ക് വെറുപ്പില്ല, വിദ്വേഷമില്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്.
ഏതെങ്കിലും നിനക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ തന്നെ അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് സുൽഹാക്കി മനസ്സിനെ നന്നാക്കി തീർക്കേണ്ടതുണ്ട്. ഒരു നിലക്കും നമ്മുടെ മനസ്സിൽ ഒരാളോടൊരു പകയുണ്ടാവാൻ പാടില്ല. സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂൻ, ഒരു തലമുറയ്ക്ക് ശേഷം വരുന്ന മറ്റൊരു മുസ്ലിം തലമുറ അവർ പ്രാർത്ഥിക്കുന്നത് എന്താണ്? റബ്ബന ഗഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഞങ്ങൾക്ക് മാത്രമല്ല, വലി ഇഖ്വാനിനൽ ലദീന സബഖൂന ബിൽ ഈമാൻ, ഈമാനിൽ ഞങ്ങളെ മുൻകടന്നു പോയ കഴിഞ്ഞുപോയ ആളുകൾക്കും നീ പുറത്തു തരണേ റബ്ബേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു, വിശ്വാസികളിൽപ്പെട്ട ഒരാളോടും ഞങ്ങളുടെ മനസ്സിൽ ഒരു വെറുപ്പും ഉണ്ടാവരുതേ റബ്ബേ. റബ്ബനാ ഇന്നക റഊഫുർ റഹീം, അല്ലാഹുവേ നീ പരമദയാലുവും കാരുണ്യവാനുമാകുന്നു. അപ്പോൾ വിശ്വാസികളിൽപ്പെട്ട ഒരാളോടും ഒരു അസൂയയോ വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ സൂറത്ത് ഇബ്രാഹിമിലെ 41 കാണാം, റബ്ബന ഗഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്, അല്ലാഹുവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും മുഴുവൻ മുഅ്മിനുകൾക്കും നീ പുറത്തു തരണമേ റബ്ബേ എന്നാണ് പ്രാർത്ഥന. മാത്രമല്ല സ്വഹിയായ ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി ആ സഹോദരൻ്റെ അഭാവത്തിൽ ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുമെന്നാണ്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, വിശ്വാസികളായ മുഴുവൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും വേണ്ടി പരസ്പരം ദുആ ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത്. ആ ദുആകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ദുആ, അതേപോലെ തന്നെ മറ്റു അമ്പിയാക്കൾക്ക് വേണ്ടിയുള്ള ദുആ. സൂറത്തുൽ അഹ്സാബിലെ 56 നമുക്ക് കാണാം. അതാണ് 23-ാമതായി മനസ്സിലാക്കുന്നത്. അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുവും മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് നേരുന്നു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല മലഉൽ അലയിൽ പ്രവാചകനെ പ്രശംസിക്കുന്നു, മലക്കുകൾ അതിനു വേണ്ടി ദുആ ചെയ്യുന്നു. യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വലാത്തുമായി ബന്ധപ്പെട്ട് വിശദമായി 2-3 ദർസുകളിൽ നാം വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അത് നിങ്ങൾക്ക് ലഭ്യമാകും. കാരണം സ്വലാത്ത് അത്രയും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിലുള്ള സ്വലാത്ത്, ഇബ്രാഹിമി സ്വലാത്ത് അടക്കമുള്ള ചെറുതും വലുതുമായ അതിൻ്റെ രൂപങ്ങളിൽ പ്രവാചകനുള്ള സ്വലാത്തും സലാമും ഉണ്ടായിരിക്കട്ടെ. ധാരാളമായി സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ മറന്നു പോകരുത്. അതേപോലെ തന്നെ മറ്റ് എല്ലാ അമ്പിയാക്കൾക്കും സൂറത്തുൻ നംലിലെ 59-ാമത്തെ ആയത്തിൽ കാണാം, ഖുൽ പറയുക, അൽഹംദുലില്ലാ സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു, വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ, അള്ളാഹു തെരഞ്ഞെടുത്ത അവൻ്റെ അടിമകൾക്ക് അഥവാ മുർസലീങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. സൂറത്തു സാഫാത്തിൽ പറഞ്ഞതുപോലെ വസലാമുൻ അലൽ മുർസലീൻ, മുർസലീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ. അതുകൊണ്ട് നബിമാരുടെ പേര് കേൾക്കുമ്പോൾ അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ നമ്മൾ പറയുകയും പ്രത്യേകമായി അവർക്ക് വേണ്ടി നമ്മളുടെ ദുആകളിൽ നമ്മൾ സ്ഥാനം നൽകുകയും ചെയ്യേണ്ടതുണ്ട്. 24-ാമത്തത്, നമുക്ക് ഉപകാരം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ധാരാളം ഉപകാരങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. കാരണം മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുക്കുന്നവരാണ്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഇണകൾ. ഈ ഉപകാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ പലരും ധരിച്ചിട്ടുള്ളത് പുറത്തുള്ള ആളുകൾ ചെയ്യുമ്പോഴാണ് അത് ഉപകാരമാവുക എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ചെറിയൊരു കാര്യം പോലും ഒരു ഉപകാരമാണ്. ജസാക്കല്ലാഹു ഖൈറ എന്ന് മക്കളോട് പറഞ്ഞാൽ ഒരു പോരായ്മയായിട്ടാണ് ആളുകൾ കരുതുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഭാര്യമാർ നേരം വെളുത്ത് എഴുന്നേറ്റ് ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമുക്ക് ചെയ്തു തരുന്ന ഉപകാരങ്ങൾ എത്ര വലുതാണ്. എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും ജസാക്കല്ലാഹു ഖൈറ അല്ലെങ്കിൽ ജസാക്കില്ലാഹു ഖൈറ, ജസാക്കുമുല്ലാഹു ഖൈറ എന്ന് നമ്മൾ പറയാറുണ്ടോ? നമ്മുടെ മാതാപിതാക്കൾ പറയണം. നമുക്കാരുപകാരം ചെയ്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സുനിഅ ഇലൈഹി മഅറൂഫുൻ ഫഖാല ലിഫാഇലിഹി ജസാക്കല്ലാഹു ഖൈറ ഫഖദ് അബ്ലഗ ഫിസ്സനാ. ആരെങ്കിലും നിങ്ങൾക്കൊരു ഉപകാരം ചെയ്താൽ ആ ഉപകാരം ചെയ്ത വ്യക്തിക്ക് വേണ്ടി ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലം തരട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞാൽ പ്രശംസാവാക്കിൽ അതല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയാണ് അയാൾ നിർവഹിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇമാം അബൂദാവൂദ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഉ, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണം. എന്തുപകാരമാകട്ടെ പ്രത്യുപകാരം തിരിച്ചങ്ങോട്ടും അതേപോലത്തെ ഒരു നന്മ ചെയ്തു കൊടുക്കണം. ഇനി അതിന് കഴിയുന്നില്ലെങ്കിലോ ഫഇല്ലം തജിദൂ മാ തുകാഫിഊനഹു, ചിലപ്പോൾ ഇങ്ങോട്ട് ചെയ്തതുപോലെ തിരിച്ചു ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫദ്ഉ ലഹു ഹത്താ തറൗ അന്നകും ഖദ് കാഫഅതുമു, നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ വ്യക്തി കേൾക്കെ തന്നെ ദുആ ചെയ്യണം. അപ്പോഴേ അവർക്ക് സമാധാനം ഉണ്ടാവുക. എന്നിട്ട് പ്രത്യുപകാരം നിങ്ങൾ ചെയ്തു എന്ന് അവർക്ക് തോന്നുന്ന രൂപത്തിൽ, അവരത് ഉദ്ദേശിച്ചായിരിക്കില്ല അത് ചെയ്തത്, എന്നാൽ പോലും അവർക്ക് സന്തോഷമുണ്ടാകാൻ വേണ്ടി നിങ്ങൾ അവർക്ക് വേണ്ടി ധാരാളം ദുആ ചെയ്യണം. അപ്പോൾ നമുക്ക് ഉപകാരം ചെയ്യുന്നവർ ആരാകട്ടെ, നമ്മുടെ മക്കളോ ഭാര്യമാരോ ഭർത്താക്കന്മാരോ മാതാപിതാക്കളോ സഹോദരന്മാരോ സഹോദരികളോ അയൽവാസികളോ കൂട്ടുകാരോ നാട്ടുകാരോ ആരാവട്ടെ, അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. നമ്മുടെ ദുആകളിൽ പ്രത്യേകം നമ്മൾ അവരെയൊക്കെ ഓർക്കണം. നമുക്കൊരുപാട് ആളുകൾ ഉപകാരം ചെയ്യുന്നുണ്ട്.
ചില ആളുകൾ പ്രത്യേകം പറയുകയും ചെയ്യും, ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾ ദുആ ചെയ്താൽ മതി എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മറന്നു പോകരുത്. അത്തരം ആളുകൾ നമ്മുടെ ദുആകളിൽ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഇതൊക്കെ വളരെ വിശാലമായ വിഷയങ്ങളാണ്, പക്ഷേ ഞാൻ സൂചനകൾ നൽകി പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അവസാനമായി പറയാനുള്ളത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് ഓടിപ്പോവുകയാണ്. 25-ാമതായിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ എപ്പോഴും ദുആ ചെയ്യേണ്ടത് മുസ്ലിമീങ്ങളായി മരിക്കണം. ഒരിക്കലും ഇതിൽ നിന്ന് തെറ്റിപ്പോവരുത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലഘട്ടം വരും, രാവിലെ മുസ്ലിമായ ആൾ വൈകുന്നേരം കാഫിറായിത്തീരും, വൈകുന്നേരം മുസ്ലിമായ ഒരാൾ നേരം വിളക്കുമ്പോഴേക്ക് സത്യനിഷേധിയായിത്തീരും. യബീഉ ദീനഹു ലി അർദിൻ മിന ദുനിയ എന്നാണ്. ദുനിയാവിന് വേണ്ടി ദീനിനെ വെക്കും. ആദർശത്തെ അവർ വിൽപ്പന നടത്തും. എന്താദർശം? അവർ ദുനിയാവ് കാണുമ്പോഴേക്ക് അതൊക്കെ കയ്യൊഴിയും. ഇങ്ങനൊരവസ്ഥ വരും. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. നിങ്ങൾ നോക്കൂ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു റസൂലാണ്, ഒരു നബിയാണ്, ഒരു റസൂലാണ്. ഒരുപാട് ദീനിൻ്റെയും ദുനിയാവിൻ്റെയും വിഷയത്തിൽ നിഅമത്ത് കിട്ടിയൊരു പ്രവാചകനാണ്. എന്നിട്ടും ആ പ്രവാചകൻ്റെ ദുആ നോക്കൂ നിങ്ങൾ, തവഫനി മുസ്ലിമ, അല്ലാഹുവേ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ റബ്ബേ, വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. വിശ്വാസികളുടെ പ്രാർത്ഥനയായി സൂറത്തു ആൽ ഇംറാനിലെ 193 കാണാം, വ തവഫന മഅൽ അബ്റാർ, അല്ലാഹുവേ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ നീ എന്നെ മരിപ്പിക്കണേ റബ്ബേ. അതുകൊണ്ട് മുസ്ലിമീങ്ങളായി ഈമാനോടുകൂടി, കാരണം പിശാച് മരണസമയത്ത് പോലും റാഞ്ചിയെടുത്തേക്കാം. അതുകൊണ്ട് ഈമാനോടുകൂടി മരിക്കാൻ കഴിയണം, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ കഴിയണം. അതിനുവേണ്ടിയായിരിക്കട്ടെ നമ്മുടെ ദുആ. അതോടൊപ്പം തന്നെ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. 3 തവണ ഒരാൾ ഇത് എല്ലാ ദിവസവും ദുആ ചെയ്താൽ നരകം പറയും, അല്ലാഹുവേ ഈ വ്യക്തിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. സ്വർഗം പറയും, അല്ലാഹുവേ ഈ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. വ അഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യുന്നു എന്ന് 3 തവണ പറയുക. പിന്നെ ഇഷ്ടം പോലെ നമ്മുടെ ദുആകളിലൊക്കെ റിപ്പീറ്റഡായി സുജൂദിലും അത്തഹിയാത്തിൽ അഥവാ തശഹുദിലൊക്കെ ഈ ദുആകൾ വന്നോട്ടെ. ഖുനൂത്തിൽ അത് വരട്ടെ. മറ്റു സന്ദർഭങ്ങളിലും സ്വർഗം എപ്പോഴും ചോദിക്കുക, നരകത്തിൽ നിന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ തേടുക, ഇഹത്തിലെയും പരത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ തേടുക. അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹുവേ റമദാൻ എന്നിൽ നിന്ന് സ്വീകരിക്കണേ, എൻ്റെ നോമ്പ് സ്വീകരിക്കണേ, എനിക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കണേ, അത് തടയപ്പെടുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തല്ലേ റബ്ബേ, എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണേ, അതിലെ പോരായ്മകൾ നീ എനിക്ക് പരിഹരിച്ചു തരണേ എന്നിങ്ങനെ തുടങ്ങി എമ്പാടും ദുആകളുണ്ട്. ആ ദുആകളൊക്കെ നമ്മൾ മറന്നു പോവാതെ കൊണ്ടുവരണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അവൻ ഇബാദത്ത് ചെയ്യാനും അവനോട് ദുആ ചെയ്യാനുമാണ് എന്നുള്ള ആ ഒരു ആശയത്തെ അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ നിരന്തരമായ പ്രാർത്ഥനകൾ ഉണ്ടാവട്ടെ. അതിലൂടെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്ക് ഖൈർ നൽകും. ഇനിയുള്ള ദിനരാത്രങ്ങൾ, പുണ്യ സന്ദർഭങ്ങൾ, അത് റമദാനിലും അതിനുശേഷവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ വിശദീകരിക്കും. എല്ലാവരും ആ ദർസുകളൊക്കെ വിട്ടുപോവാതെ കേൾക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു നമ്മളിൽ നിന്ന് കേൾക്കുകയും നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യട്ടെ. റമദാനും ലൈലത്തുൽ ഖദറുമൊക്കെ ശരിയായ രൂപത്തിൽ നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ സുഹൃത്തുക്കളെയും എല്ലാം ഉൾപ്പെടുത്തട്ടെ. ഒരിക്കലും അത് തടയപ്പെടുന്ന ഹതഭാഗ്യവാന്മാരിൽ നാം ഉൾപ്പെടാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.